കേരളത്തിൻ്റെ പ്രയോറിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുൻഗണനകളിലൊന്നായി നമ്മൾ ഈ മാലിന്യ നിർമ്മാർജ്ജനം മാറേണ്ട ഒരു സ്ഥിതിയാണ്. നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകതകൾ. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ജനസാന്ദ്രത മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കൂടുതലാണ്. നമുക്ക് സത്യത്തിൽ ഗ്രാമങ്ങളില്ല. കേരളം മുഴുവൻ ഒരു നഗരം പോലെയാണ്. അപ്പം നഗരത്തിലെ മാലിന്യങ്ങൾ ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് ഗ്രാമങ്ങളിലും മാലിന്യങ്ങൾ ഉണ്ടാകുന്നത്. ഈ ജനസാന്ദ്രതയും മാലിന്യ സംസ്കരണത്തിൻ്റെ അവബോധമില്ലായ്മയും നമ്മൾ രണ്ടു നേരം കുളിക്കുന്നവരാണ് എന്ന് സ്വയം അഭിമാനിക്കുന്നവരാണ്. നമുക്ക് നല്ല വൃത്തിയുണ്ട്, ഒരു സംശയമില്ല. പക്ഷെ നമ്മുടെ ചുറ്റുപാടുകളിൽ വൃത്തിയില്ല. നമ്മുടെ വീടിനകത്തും വീടിന് പുറത്തും റോട്ടിലും എല്ലാ സ്ഥലത്തും നമ്മൾ മാലിന്യങ്ങളാണ്. ഇതിൽ വിദ്യാഭ്യാസമല്ല പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ഞാൻ എപ്പോഴും തമാശയായിട്ട് പറയുന്നതാണെങ്കിൽ ഞാൻ കണ്ട ഒരു കാഴ്ചയാണ്. ഒരു കാറിൽ വരുന്നു, രണ്ടുപേരും പ്രോസസ്സാണ്, ഭാര്യയും ഭർത്താവും. ഒരു പാലത്തിൻ്റെ മീതെ വണ്ടി നിർത്തുന്നു, ഡിക്കിയിൽ നിന്ന് വേസ്റ്റ് എടുക്കുന്നു, നേരെ പുഴയിലേക്ക് എടുക്കുന്നു. ഞാൻ കണ്ട കാഴ്ചയാണ്, ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ്. പിന്നെ നമ്മൾ ഒരുപാട് കാഴ്ചകൾ കാണാറുണ്ട്. വൈകുന്നേരമാവുമ്പോൾ ബൈക്ക് എടുത്ത് പോവാണ്, ഭാര്യയും ഭർത്താവും കൂടി പോവാണ്. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തോന്നുന്നു ഈ കല്യാണത്തിൻ്റെ തലേദിവസം നമ്മൾ പ്രസൻറ്റേഷൻ കൊടുക്കാൻ പോകും, നല്ല ബോക്സൊക്കെ ആയിട്ട് ഇല്ലേ. അപ്പോൾ നമ്മളേക്ക് 2 ബോക്സ് എന്തിനാ? സാധാരണ ഒരു പ്രസൻറ്റേഷനല്ലേ കൊടുക്കുകയുള്ളൂ. പക്ഷെ ഇത് പോണ വഴിക്ക് ആളൊഴിഞ്ഞ സ്ഥലത്ത് ഒരെണ്ണം ഇടത്തോട്ടും എറിയും, ഒരെണ്ണം വലത്തോട്ടും എറിയും. ഇത് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വേസ്റ്റ് എല്ലാവരും, വീട്ടിലെ വേസ്റ്റ് ആണെങ്കിലും എല്ലാവരും പുറത്താണ് നിക്ഷേപിക്കുന്നത്. നമുക്കതിൻ്റെ ഒരു മാറ്റം ഉണ്ടാകണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണെങ്കിലും എല്ലാവർക്കും ഇതിനൊരു മാറ്റമുണ്ടാക്കി കേരളത്തിലെ ഒരു ക്ലീൻ കേരള മാക്കി നമുക്ക് ഈ നമ്മുടെ സംസ്ഥാനത്തെ നമുക്ക് മാറ്റാൻ കഴിയണം. ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ, ഇപ്പോൾ ഹരിതകർമ്മസേനയൊക്കെ വന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊരു മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല, കുറേ അധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇനിയും ഇതിനകത്ത് ഒന്ന് ഇതിനകത്തൊരു വളരെ വലിയൊരു അവയർനെസ് വേണം. ഇതിൻ്റെ അപകടത്തെക്കുറിച്ചുള്ളൊരു ബോധ്യം വേണം. പിന്നെ ഇത് വേസ്റ്റ് കൊണ്ടുപോയി പൊതുസ്ഥലത്ത് നിക്ഷേപിക്കുന്നത് ഒരു തെറ്റായ കാര്യമാണെന്നും അപമാനകരമായ കാര്യമാണെന്നുമുള്ളൊരു തോന്നൽ ഉണ്ടാകണം. എല്ലാ രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. പല രാജ്യങ്ങളിലും പറഞ്ഞിരിക്കുന്നത് അവരുടെ വീടിന് മുമ്പിൽ ഉള്ള റോഡ് അവരാണ് ക്ലീൻ ചെയ്ത് വയ്ക്കേണ്ടത്. അവർക്കുള്ള ഉത്തരവാദിത്തം അതാണ്. പല നാടുകളിലും അതാണ്. നമ്മുടെ വീടിനകത്ത് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. വീടിന് പുറത്ത് ആ വഴി കംപ്ലീറ്റ് നീറ്റായിട്ട് വയ്ക്കേണ്ടത്. നമുക്ക് എത്രമാത്രം റെസിഡൻറ്റ് അസോസിയേഷനുകളുണ്ട്. ആ റെസിഡൻറ്റ് അസോസിയേഷനുകളെല്ലാം കോപ്പറേറ്റ് ചെയ്യിപ്പിച്ച് നമുക്കൊരു വലിയ ജനകീയമായ മൂവ്മെൻ്റാക്കി നമുക്കിതിനെ നടത്തി ഈ ഒരു മാറ്റം നമുക്കുണ്ടാക്കിയെടുക്കണം നമ്മുടെ കേരളത്തിൽ. പിന്നെ സാധാരണ ലോക്കൽ ബോഡികൾ പ്രയാസപ്പെടുന്നതിൻ്റെ പ്രശ്നം, ഒരുപാട് കടലാസ് കമ്പനികൾ വരികയാണ്. മാലിന്യ സംസ്കരണത്തിനായിട്ടുള്ള പുതിയ മെത്തേഡുണ്ട്, ഇത് ജർമ്മൻ ടെക്നോളജിയാണ്, ഇത് ജാപ്പനീസ് ടെക്നോളജിയാണ്, ഇത് അമേരിക്കനാണെന്നെല്ലാം പറഞ്ഞു വരികയാണ്. പലതും കടലാസ് കമ്പനികളാണ്. പല സംരംഭങ്ങളും തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കൃത്യതയില്ല. അപ്പം ഞങ്ങൾ ആലോചിക്കുന്നത് ഗവൺമെൻറ് തന്നെ, LSD വകുപ്പുമായിട്ട് ആലോചിച്ച് ഗവൺമെൻറ് തന്നെ മുൻകൈയെടുത്ത് കേരളത്തിൽ കുറേ, ഇപ്പോൾ ഇൻഡോറിലൊക്കെയാണ് ആളുകൾ പോകുന്നത്. ഇപ്പം എൻ്റെ മണ്ഡലത്തിലെയും ആളുകൾ ഉൾപ്പെടെ കേരളത്തിലെ മുനിസിപ്പൽ ചെയർമാൻമാർ ഉൾപ്പെടെ ഇൻഡോർ സന്ദർശിക്കാൻ പോകുന്നുണ്ട്. ഇൻഡോർ സന്ദർശിക്കാൻ പോകാതെ തിരുവനന്തപുരവും കൊച്ചിയും അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും മുനിസിപ്പാലിറ്റിയും സന്ദർശിച്ച് ലോക്കൽ ബോഡികൾക്ക് ഇതാണ് മോഡൽ എന്ന് പറയാൻ പറ്റാവുന്ന ഒരു 10 പദ്ധതികളെങ്കിലും ഏറ്റവും മിനിമം, അല്ലെങ്കിൽ 14 പദ്ധതികൾ എല്ലാ ജില്ലകളിലും നമുക്ക് ആരംഭിക്കാൻ നമുക്ക് കഴിയണം. അതാണ് മോഡൽ പ്രോജക്റ്റ്. പലതരത്തിലുള്ള മോഡലുകളുണ്ട്, പലതരത്തിലുള്ള മോഡൽ. വേസ്റ്റിൻ്റെ അളവനുസരിച്ച് ഇപ്പോൾ ഒരു കോർപ്പറേഷനിൽ വേസ്റ്റിൻ്റെ അളവ് കൂടുതലായിരിക്കും, മുനിസിപ്പാലിറ്റിയിൽ അത് കുറവായിരിക്കും, പഞ്ചായത്തിൽ അത് കുറയും. അപ്പോൾ വേണമെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയും സമീപത്തുള്ള 4-5 പഞ്ചായത്തുകൾ കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് വേസ്റ്റ് കൂടുതൽ വേണ്ടി വരും, നല്ല പ്ലാന്റൊക്കെ ഉണ്ടാക്കണമെങ്കിൽ, അതിൻ്റെ സംവിധാനങ്ങൾ വേണമെങ്കിൽ. അപ്പോൾ അത് കളക്ട് ചെയ്ത് വേസ്റ്റ് എത്രയുണ്ടാകും എന്ന് കണക്കാക്കി, എത്ര ടൺ വേസ്റ്റ് ഉണ്ടാവും എന്ന് കണക്കാക്കിയുള്ള മോഡൽ പ്രോജക്റ്റുകൾ ആദ്യം ഗവൺമെൻറ് തന്നെ മുൻകൈയെടുത്ത് കേരളത്തിലെ ലോക്കൽ ബോഡികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്.
അത് നിർത്തി നമ്മൾ നല്ല പ്ലാന്റുകൾ നമുക്കുണ്ടാക്കി ആർക്കും വന്ന് നീറ്റായിട്ടുള്ള. ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താ, എവിടെയെങ്കിലും ഒരു സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്ലാന്റ് തുടങ്ങി അപ്പം തന്നെ അവിടുത്തെ ജനങ്ങൾ മുഴുവൻ പ്രതിഷേധമാണ്. അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എന്താ കുറ്റപ്പെടുന്നത്? നമ്മൾ കൊണ്ട് വേസ്റ്റ് ഡംപ് ചെയ്യാണ്. വേസ്റ്റ് ഡംപ് ചെയ്തിട്ട് അത് കൂട്ടി അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ, അത് വെള്ളത്തിലേക്ക് ഒഴുകിപ്പോയി, അവിടുത്തെ പുഴ മലിനമായി, ഒരുപാട് പ്രശ്നങ്ങൾ. ഇപ്പോൾ ബ്രഹ്മപുരത്തെ എറണാകുളത്തെ പ്ലാന്റ് തന്നെ അവിടുത്തെ തൊട്ടപ്പുറത്തുള്ള നദിയെ ഒരുപാട് മലിനമാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ലോക്കൽ പ്രൊട്ടസ്റ്റ് ഉണ്ടാവും. ലോക്കൽ പ്രൊട്ടസ്റ്റ് ഉണ്ടാകാതെ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ വേസ്റ്റ് കൊണ്ടുപോയി ഡംപ് ചെയ്യുന്നതിനും ഒരു സംവിധാനം വേണം. ആളുകൾക്കൊരിക്കലും തൊട്ടടുത്ത് താമസിക്കുന്ന ഒരാൾക്ക് പോലും പ്രയാസമില്ലാത്ത തരത്തിൽ ലോകത്തിൽ എത്രയോ മോഡലുകളുണ്ട്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ നമ്മൾ പോകുമ്പോൾ, യൂറോപ്പിലൊക്കെ പോകുമ്പോൾ എത്രയോ മോഡലുകളുണ്ട്. അറിയ പോലും ഇല്ല തൊട്ടപ്പുറത്ത് പ്രവർത്തിക്കുന്നത് ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്ലാന്റ് ആണ് എന്ന് തൊട്ടടുത്ത് താമസിക്കുന്നവർക്ക് പോലും മനസ്സിലാകാതെ, ഒരു സ്മെല്ലില്ലാതെ, ഒരു വേസ്റ്റ് അവിടെ ഇല്ലാതെ വളരെ ഭംഗിയായിട്ട് വളരെ മോഡേൺ ആയിട്ടുള്ള പ്ലാന്റുകൾ നമുക്കുണ്ടാക്കി നമുക്ക് അതിനെ ഇപ്പോൾ വേർതിരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഉറവിടങ്ങളിലെ തന്നെ മാലിന്യങ്ങൾ സെപ്പറേറ്റ് ആക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേയൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. പക്ഷെ കുറേ കൂടി ഫലപ്രദമായ രീതിയിൽ, അത് ഇഫക്റ്റീവായ രീതിയിൽ അത് ചെയ്യുകയും അതിൻ്റെ കളക്ഷൻ ഏറ്റവും ഭംഗിയായി ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, അത് 3 പ്രോസസ്സാണ്. ഒന്ന്, ഉറവിടങ്ങളിലെ മാലിന്യങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കുക. രണ്ടാമത് ഇത് കളക്ട് ചെയ്യുക. കളക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പൊതു മാലിന്യ സംസ്കരണ സംവിധാനം ഉണ്ടാക്കുക. ഈ 3 കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് വളരെ നീറ്റായി നമ്മൾ ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്കറിയാം, ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ഏറ്റവും സങ്കടവും നമ്മൾ അപമാനിതരാകുന്നത് എപ്പോഴാണ്? ഈ വിദേശത്ത് നിന്ന് വന്ന ആളുകൾ നമ്മുടെ പ്രധാനപ്പെട്ട ബീച്ചിലും പ്രധാനപ്പെട്ട ഈ ടൂറിസം ഡെസ്റ്റിനേഷൻ പോയിന്റുകളിലും പോയി അവിടെയുള്ള വേസ്റ്റ് അവർ ഫോട്ടോ എടുത്തിട്ട് അവർ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോഴാണ് കേരളം വളരെ അപമാനിതരാകുന്നത്. അത് നല്ല അടിക്കുറിപ്പൊക്കെ എഴുതാറുണ്ട്. ഗോഡ്സ് ഓൺ കൺട്രി ആണോ വേസ്റ്റ് ഓൺ കൺട്രി ആണോ എന്നൊക്കെ ചോദിച്ച് അവർ പല അടിക്കുറിപ്പുകൾ ഇടാറുണ്ട്. ഈ ഡൊമസ്റ്റിക് ആയിട്ട് വരുന്ന ആളുകൾ ഇടാറുണ്ട്, നമ്മുടെ കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകളൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഗ്രീൻ മാർഷൽ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടൂറിസം ഡെസ്റ്റിനേഷൻ പോയിന്റുകളിൽ ഗ്രീൻ മാർഷൽസിനെ ഏർപ്പെടുത്തി ഈ 24/7 അവിടെ ഏറ്റവും നീറ്റായിരിക്കണം എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം ടൂറിസം വകുപ്പ് ബജറ്റിലൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ വകുപ്പുകളും കൂടി സംയോജിപ്പിച്ചുകൊണ്ട് ചെയ്യണം. ഇപ്പോൾ 2026 ഖരമാലിന്യ ചട്ടം എന്ന് പറയുന്നത് അത് വളരെ സ്ട്രിക്റ്റായി നടപ്പാക്കണം എന്ന് സുപ്രീം കോടതി കൂടി ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഫലപ്രദമായ ഒരു ഉറവിടം മുതൽ സംസ്കരണം വരെയുള്ള ഫലപ്രദമായ ഒരു ചെയിൻ, ഒരു സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്ലാൻ കേരളത്തിന് ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. അത് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റി മുൻഗണനകളിൽ ആദ്യത്തെ 2-3 മുൻഗണനകളിൽ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഉണ്ടാകും. നമ്മൾ ഓരോ കുട്ടിയെയും, എൻ്റെ നിയോജക മണ്ഡലത്തിലെ തന്നെ ഒരു കുട്ടിയും പിതാവും തമ്മിൽ ഒരു വോളിബോൾ ടൂർണമെൻറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പട്ടി വന്ന് കൊച്ചിൻ്റെ ചെവി കടിച്ചു കൊണ്ടുപോയി. ആലോചിച്ച് നോക്കിയേ, നമ്മൾ എന്താണ് അവരോടൊക്കെ നമ്മൾ ഞാൻ നിസ്സഹായനായി നിന്നു അവിടെ പോയി. നമുക്ക് നമ്മളോട് തന്നെ ഒരു വല്ലാത്ത വിഷമം തോന്നുന്ന ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ, പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ, ഇതിന് മുമ്പാണ്, 1 വർഷം മുമ്പാണ്, എനിക്കൊരു വല്ലാത്ത അവസ്ഥയായിരുന്നു നമ്മളത് ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ. എത്രയോ കുട്ടികളെ ഉൾപ്പെടെ, പ്രായമായ ഉൾപ്പെടെയുള്ള ആളുകളെ ഈ അലഞ്ഞു തിരിയുന്ന പട്ടികൾ. നമുക്കറിയാം വേസ്റ്റാണ് അതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാരണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനവും ABC കുറച്ചുകൂടി ഭംഗിയായിട്ട് നടത്തുന്നതിനുള്ള ഒരു സംവിധാനവും നമ്മൾ ആലോചിക്കുന്നുണ്ട്. കേരളം നമുക്ക് ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയാക്കി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് ഇതാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടുള്ള നമ്മളെല്ലാവരും, ജനങ്ങളും ലോക്കൽ ബോഡികളും ഗവൺമെൻറ്റും റെസിഡൻറ്റ് അസോസിയേഷനുകളും മറ്റ് സംഘടനകളും എല്ലാവരുമായി ചേർന്നുകൊണ്ടുള്ള ഫലപ്രദമായൊരു പദ്ധതി 1 വർഷത്തിനകം അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുന്ന തരത്തിൽ ഡെലിവറി ഉണ്ടാകണം. റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കണം. അതിന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് ഒരുപാട് സംഭാവനകൾ ചെയ്യാനുണ്ട്. അവരതിൻ്റെ ഭാഗമായിട്ടാണ് 3 ആസ്ഥാനങ്ങളിലായിട്ട് ഇങ്ങനെയുള്ള ശില്പശാലകൾ സംഘടിപ്പിച്ച് ഇതിൻ്റെ ഒരു പ്രചരണം, ഇത് വളരെ സ്ട്രിക്റ്റായി നടപ്പാക്കേണ്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അതിന് തയ്യാറായ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെയും LSCD വകുപ്പിനെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ ശില്പശാലയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി.